സമുദായ നേതാക്കന്മാരും സമുദായ പാർട്ടികളും പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ എത്തി നോക്കിയിട്ടുണ്ട്. അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുണ്ടായ ഒരു പാർട്ടിയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്കൊന്ന് 10 വർഷത്തിന് മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി വന്ന ഒരു പാർട്ടിയായിരുന്നു ഭാരത ധർമ്മജനസേന, അതായത് BDJS. ആ BDJS എന്ന് പറയപ്പെടുന്ന പാർട്ടി നിന്ന മുന്നണിയാകട്ടെ NDA മുന്നണിയിലായിരുന്നു. SNDPയുടെ പാർട്ടി എന്ന് പറയപ്പെടുന്ന BJPയുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാക്കി മാറ്റി ആ SNDPയുടെ പാർട്ടിയെ ഇപ്പോൾ നിലവിൽ BJP വെട്ടി നിരത്തിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആളില്ലാത്ത ഒരു പാർട്ടിയാണ് BDJS എന്ന് BJPക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സീറ്റ് പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം വളരെ കൃത്യമായിട്ട് എടുക്കുവാൻ BJPക്ക് കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 10 വർഷം മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തില് ഒരു കൊടുങ്കാറ്റായി മാറുമെന്നൊക്കെ പറഞ്ഞു വന്ന ഭാരത ധർമ്മജനസേന എന്ന BDJS ഏതാണ്ട് ഇപ്പോൾ അപ്രസക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് പറയാം. SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം BJP മുന്നണിയുടെ ഭാഗമായെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിതാവിന്റെയും ഈ പുത്രന്റെയും ഒക്കെ സ്ഥാപിത താല്പര്യ സംരക്ഷണം എന്ന അജണ്ടയ്ക്ക് അപ്പുറം BDJSന് മറ്റൊരു നിലപാടില്ലെന്ന് തെളിഞ്ഞതോടുകൂടി അതിനകത്തെ നേതാക്കളും അണികളും ഒക്കെ നിർജീവമാകുകയും പാർട്ടി തന്നെ അപ്രസക്തമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ NDA മുന്നണിയിൽ ഇവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഘടകകക്ഷി എന്ന പരിഗണന പോലും നൽകുന്നില്ലെന്ന പരാതി പതിവ് പോലെ പറയുന്നുണ്ട് എങ്കിലും BJP അത് ഗൗനിക്കുന്നതേയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവരുടെ പിന്തുണ, ആ ഈഴവന്മാരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് BDJSന് രൂപം കൊടുത്തതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കൊല്ലത്തും BDJS കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും പിന്നീട് ഇത്തരത്തിലുള്ള വളർച്ചയും ആവേശവും ഒന്നും ആ പാർട്ടിക്ക് നിലനിർത്താനായില്ല എന്നതാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടോ ആശയ വ്യക്തതയോ ഒന്നും ഇല്ലാത്ത ഒരു സ്വകാര്യ സംഘടനയായി അധപ്പതിച്ചതോടുകൂടിയാണ് BDJSന്റെ അണികൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട NDA മുന്നണി പുറത്തിറക്കിയ പോസ്റ്ററുകളിലൊന്നും അതിലൊന്നും തന്നെ BDJS നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി സംസ്ഥാനത്തെ ഈ NDA മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. പക്ഷെ പ്രചരണ വേദികളിലൊന്നും തന്നെ കൺവീനറെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. NDA മുന്നണിയിലെ ഘടകകക്ഷികൾ അവരെല്ലാവരും ചേർന്ന് 21,065 സീറ്റുകളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നത്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJP മാത്രം 19,000. NDA മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാവരും ചേർന്ന് 21,065 സീറ്റുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJP ആകട്ടെ അവർ 19,775 സീറ്റുകൾ മത്സരിക്കുമ്പോൾ BDJSന് കിട്ടിയത് എന്ന് പറയപ്പെടുന്നത് കേവലം 320 സീറ്റുകൾ മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 650 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് പകുതി സീറ്റ് പോലും ഇത്തവണ നൽകിയില്ല എന്നുള്ളതാണ്. BDJS കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ പലതും BJP ഏറ്റെടുത്തു. നൽകിയ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാനും BDJSന് കഴിഞ്ഞില്ല എന്നതാണ്. സീറ്റ് കൊടുത്താലും മത്സരിക്കാൻ ഇവർക്ക് ആളില്ല എന്നുള്ളത് BJP നേതാക്കൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ BJP നേതാക്കൾ അവരുടെ പരിഹാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സീറ്റ് കൊടുത്താൽ മത്സരിക്കാൻ ആളില്ല എന്നുള്ളതാണ്. തരാതരം പോലെ സംസ്ഥാന സർക്കാരിനെയും CPMനെയും പുകഴ്ത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് BDJSന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BDJS വെറും ഒരു കടലാസ സംഘടനയായി മാറിയെന്ന് BJP സംസ്ഥാന വക്താവ് രാധാകൃഷ്ണ മേനോൻ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തെ NDA വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചപ്പോഴും BDJSന്റെ വോട്ട് വിഹിതം വർദ്ധിക്കാത്തത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ജനുവരിയിൽ BDJSന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി NDA മുന്നണി വിടണമെന്ന പ്രമേയം തന്നെ പാസാക്കുകയും ചെയ്തു. NDAയിൽ പാർട്ടി കടുത്ത അവഗണനയാണ് നേരിടുന്നത് എന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് മുന്നണിയിൽ ഒരു പരിഗണനയും അവർക്ക് ലഭിച്ചില്ല എന്നും അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ പോലും നൽകിയില്ല എന്നും അതിനാൽ തന്നെ NDA വിടണമെന്നും മറ്റുള്ള മുന്നണികളിൽ പ്രവേശിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നൊക്കെ ആയിരുന്നു ആ പാർട്ടി പ്രമേയം അന്ന് കോട്ടയത്ത് ഉണ്ടാക്കിയെടുത്തത്. ഏതായാലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BDJSന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്.
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ഒരുപക്ഷെ BDJS എന്ന പാർട്ടി തന്നെ തുറച്ചു മാറ്റപ്പെട്ടേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം BDJS എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ആ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ഈഴവ സമുദായത്തെ ഇപ്പോൾ അംഗീകരിച്ച് അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രസ്ഥാനം എന്നൊക്കെയാണ് ഈ അച്ഛനും മകനും പറഞ്ഞത്. അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. പക്ഷെ രണ്ടുപേരുടെയും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം ഈഴവരെന്ന് പറയപ്പെടുന്ന സമുദായത്തെ കൂട്ടുപിടിച്ച് ആ അണികളെ കൂടെ കൊണ്ട് നടന്ന് ഏത് വിധേനയും ഒരു രാജ്യസഭാ സീറ്റെങ്കിലും തരപ്പെടുത്തിയെടുക്കുവാൻ ഈ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ശ്രമിക്കുകയാണ് ഈ പാർട്ടി BDJS എന്ന് പറയപ്പെടുന്ന പാർട്ടിയും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും. തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു രാജ്യസഭാ സീറ്റ് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാളുകളായിട്ട് 10 വർഷമാകാൻ പോകുന്ന ഈ പാർട്ടി രൂപീകരിച്ചു. അപ്പൊ ആ വർഷം മുതൽ അവർ ഇത്രയും നാളും അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ കാല് പിടിച്ചിട്ട് പോലും ഒരു സീറ്റ്, അതായത് ഒരു രാജ്യസഭാ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇനി മുന്നണി വിട്ട് വേറെ ഏതെങ്കിലും മുന്നണിയിലേക്ക് ചേക്കേറാമെന്ന് കരുതി അവർ യാത്ര തുടരാൻ പോകുന്നത്. അച്ഛനും മകനും തരാതരം സംസാരിക്കുന്നവരാണല്ലോ. ഒപ്പം BDJS എന്ന് പറയപ്പെടുന്ന പാർട്ടി NDAയോടൊപ്പം നിൽക്കുന്നു. അതായത് ഈഴവ സമുദായത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് NDA മുന്നണിയുടെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ BJPയോടൊപ്പം ചേരുന്നു. അപ്പോഴവിടെ ഈ ഈഴവന്മാരുടെ അപ്പോസ്തലൻ എന്ന് പറയപ്പെടുന്ന അതിന്റെ ജനറൽ സെക്രട്ടറി എവിടെ നിൽക്കുന്നത്? തരാതരം പോലെ പിണറായി വിജയനെ സൂചിപ്പിക്കുന്നു, CPMനെ സൂചിപ്പിക്കുന്നു, മാക്സിമം പ്രശംസകൾ കൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ സർക്കാരിനെയൊക്കെ അങ്ങനെ പുകഴ്ത്തി കൊണ്ടുപോവുകയാണ്. അപ്പുറത്തെ മകൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കീജയ് വിളിക്കുന്നു, BJPക്ക് വേണ്ടിയിട്ടും താമരയ്ക്ക് വേണ്ടിയിട്ടും അഭ്യർത്ഥന നടത്തുന്നു, മോദിയെ പുകഴ്ത്തി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഈഴവൻ സമുദായം വിശ്വസിക്കേണ്ടത്? അപ്പോൾ സത്യത്തിൽ അണികളായിട്ടുള്ള ഈഴവർക്ക് മനസ്സിലായി ഇവന്മാർ അച്ഛനും മകനും തമ്മിലുള്ള ഒരു സ്ഥാപിത താല്പര്യം, അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഈ BDJS എന്ന പാർട്ടി എന്നും ഇനി ഈ പാർട്ടിയിൽ നിൽക്കുന്നതിൽ കാര്യമില്ല എന്നും അവരവരുടെ രാഷ്ട്രീയം പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നും ഈ BDJSനകത്ത് നിന്ന് ഈഴവരായിട്ടുള്ള രാഷ്ട്രീയം അറിയാവുന്ന അണികൾ പിന്മാറി. അതോടുകൂടി പാർട്ടി ഇല്ലാതായി. ഇപ്പൊ പാർട്ടിക്ക് അണികൾ ഇല്ലാതായി. പാർട്ടിക്ക് അണികൾ ഇല്ലാതാകുമ്പോൾ ആ മുന്നണി തന്നെ എന്ത് തീരുമാനിക്കും? മുന്നണി നയിക്കുന്ന BJP തന്നെ എന്ത് തീരുമാനിക്കും? പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഉമ്മാർക്ക് ഏതെങ്കിലും തരത്തിൽ സീറ്റ് കൊടുത്താൽ മത്സരിക്കാൻ പോലും ആളില്ലാത്ത പാർട്ടിയായിട്ട് മാറിയ ഈ പാർട്ടിക്ക് എന്തിനു സീറ്റ് കൊടുക്കണം? അപ്പോൾ അങ്ങനെ ഇപ്പോൾ സീറ്റില്ല എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് സീറ്റ് കൊടുത്താൽ പോലും നിൽക്കാൻ ആളില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പരിഹസിക്കുന്ന BJPക്കാരാണ് പറയുന്നത്. മുന്നണി വിട്ടുപോയാലും അവർക്കൊരു കുഴപ്പമില്ല. ഇവർ ഏതെങ്കിലും മുന്നണിയിൽ ഉള്ളത് കൊണ്ടും അവർക്ക് വലിയ ഗുണം ഉണ്ടാകുന്നില്ല, മുന്നണി വിട്ടു പോയത് പറഞ്ഞുകൊണ്ടും ഒന്നും ഉണ്ടാകും. ഇനി ഇവരേതെങ്കിലും മറ്റൊരു മുന്നണിയിലേക്ക് പോയാൽ UDFലോ LDFലോ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും മുന്നണിയിൽ എടുത്തിരുന്നാൽ പോലും ഒരു സീറ്റ് പോയിട്ട് ഒരു വാർഡ് പോലും ഇവർക്ക് കൊടുക്കില്ല. മനസ്സിലായില്ലേ? അത്രത്തോളം തരംതാണ് പോയിരിക്കുന്നത്. ഒരു അണികളും ഇല്ലാന്നേ. ഒരു അണി, ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനമല്ല ഇത്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അവർ അച്ഛനും മകനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അങ്ങനെ ഒരു സ്വകാര്യ സംഘടനയായിട്ട് മാറുകയാണ് BDJS. അതുകൊണ്ട് തന്നെ BDJS എന്ന് പറയപ്പെടുന്ന അപ്രസക്തമാവുകയാണ് കേരളത്തിൽ. ഇനി NDAയുടെ ഭാഗമാകില്ല. NDAയിൽ നിന്ന് അവർ ചവിട്ടി പുറത്താക്കും. ഇനി ഒരു മുന്നണിയുടെയും ഭാഗമാകാൻ കഴിയില്ല. പിന്നെ ഈ അച്ഛൻ ഇങ്ങനെ പിണറായിയൊക്കെ പുകഴ്ത്തി പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ LDFന്റെ ഏതെങ്കിലും ഓരത്ത് ചേർന്ന് നിന്ന് സഞ്ചരിക്കാം, ഒരു പാർട്ടി എന്നുള്ള വാലും പേരും വെച്ച് മാത്രം.